ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ടോപ്പിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു ടോപ്പിക്കായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കത് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അത് കൂടെ ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യുക. വേറൊന്നുമല്ല, നമ്മൾ വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് സ്ഥിരം ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ പലപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ തന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്ക് വേറെ ഒരു കാര്യം അവരോട് സംശയം പോലും ചോദിക്കേണ്ടി വരത്തില്ല. കാരണം ഞാനിത് ശരിക്കും പറയുന്നത് എൻ്റെ ലൈഫ് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് മാരുതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ പരിചയമുണ്ട്. ഒരുപാട് പേര് രാകേഷ് മതി അല്ലെങ്കിൽ രാകേഷ് തന്നെ സർവീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കൊണ്ടുതരുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരുന്ന അവരുടെ കോൺഫിഡൻസ് പറഞ്ഞാൽ വേറൊന്നുമല്ല. കാരണം എൻ്റെ അടുത്തൊരു കാര്യം ഇപ്പം ജസ്റ്റ് നേരത്തെ ഓടിച്ച് നോക്കിയൊരു കംപ്ലയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓടിച്ചിട്ടൊരു കംപ്ലയിൻറ്റ് കിട്ടി അത് ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ കസ്റ്റമറുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളിൽ എത്ര പേരുണ്ട് സ്ഥിരം, അതായത് വാഹനം എടുത്തപ്പോൾ തൊട്ട് ഒരാൾ തന്നെ സർവീസ് ചെയ്യുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ആരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വാഹനമാണ് യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ പേര്, അതായത് ഒരു ഹുണ്ടായുടെ വാഹനമാണോ, ഒരു മാരുതിയുടെ വാഹനമാണോ, ഒരു ടാറ്റയുടെ വാഹനമാണോ, ഏത് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ വാഹനത്തിൻ്റെ പേരും അത് ഇപ്പോഴും സ്ഥിരം സർവീസ് ചെയ്യുന്ന സർവീസ് അഡ്വൈസറുടെ നെയിമും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് വേറൊന്നും കൊണ്ടല്ല, ഒരു ടോപ്പിക്കാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ എനിക്കൊരു ടോപ്പിക്കായിട്ട് തോന്നിയില്ല. പക്ഷേ എനിക്ക് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യമാണ്. കാരണം എൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട്, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഒരു സർവീസിന് എൻ്റെ കൊണ്ടുവരികയാണ്, എനിക്ക് ആ വാഹനത്തിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അറിയാമായിരിക്കും. അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററീസ്, ആ വാഹനത്തിൽ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് എക്സിസ്റ്റ് ആയിട്ടുണ്ട്, ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ തന്നെ സ്ഥിരം ആ കസ്റ്റമർ കൊണ്ടുതരുന്നത് ഈ ഒരു കോൺഫിഡൻസ് കാരണം തന്നെയായിരിക്കും. അതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എനിക്ക് കിട്ടുന്ന ഓരോ കസ്റ്റമേഴ്സും ശരിക്കും പറഞ്ഞാൽ ഒരു തവണ പരിചയപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഒരു തവണ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ വള്ളിയായ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ വള്ളി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കും. ആദ്യമൊക്കെ ഭയങ്കര വള്ളിയായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എന്നോട് ഞാൻ ഡീൽ ചെയ്ത്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് അവരുടെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അതിനുശേഷം പിന്നെ അവരൊരു വള്ളി കസ്റ്റമർ അല്ല, അവരായിരിക്കും ഏറ്റവും ജെന്യുവൻ കസ്റ്റമറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ എത്ര കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ട്? ഈ കാണുന്ന വീഡിയോ കാണുന്ന അഡ്വൈസർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. അത് ജസ്റ്റ് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വരുന്നൊരു സന്തോഷം അതൊന്ന് വേറെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലൈവ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യണം. വിത്തിൻ 2 or 3 days. അതിന് ഞാൻ മുമ്പ് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും ലൈവ് വീഡിയോ വരുന്ന ദിവസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഒരു ചെറിയൊരു സർപ്രൈസ് നമ്മുടെ ഈ ഒരു MG എക്സ്പ്ലോറിൽ വരാൻ പോകുന്നുണ്ട്. ആ സർപ്രൈസ് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.